ഒരിക്കൽ കോസലരാജ്യത്തെ ഒരു കൊടുങ്കാട്ടിലൂടെ ബുദ്ധൻ സഞ്ചരിക്കുകയായിരുന്നു. ആ കാട്ടിൽ അംഗുലിമാലൻ എന്ന ഭയങ്കരനായൊരു കൊള്ളക്കാരൻ ജീവിച്ചിരുന്നു. താൻ കൊല്ലുന്ന ആളുകളുടെ വിരലുകൾ മുറിച്ചെടുത്ത് മാലയാക്കി ധരിക്കുന്നതിനാലാണ് അയാൾക്ക് ആ പേര് ലഭിച്ചത്. 1000 വിരലുകൾ തികയ്ക്കാൻ ഒരാളെക്കൂടി കൊലപ്പെടുത്താൻ കാത്തിരിക്കുകയായിരുന്നു അയാൾ. ബുദ്ധൻ കാട്ടിലേക്ക് വരുന്നത് കണ്ട ഗ്രാമവാസികൾ അദ്ദേഹത്തെ തടഞ്ഞു. അങ്ങോട്ടു പോകരുത്, ആ ക്രൂരൻ നിങ്ങളെ കൊന്നുകളയും, അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ശാന്തമായ ചിരിയോടെ ബുദ്ധൻ തന്റെ യാത്ര തുടർന്നു. പെട്ടെന്ന് കാട്ടിൽ നിന്ന് ഭീകരമായ ഒരു ശബ്ദം കേട്ടു. നിൽക്കൂ! ബുദ്ധൻ അത് കേൾക്കാത്ത ഭാവത്തിൽ പതിയെ മുന്നോട്ടു നടന്നു. വീണ്ടും അട്ടഹാസമുയർന്നു. നിൽക്കാൻ പറഞ്ഞത് കേട്ടില്ലേ? ബുദ്ധൻ തിരിഞ്ഞുനോക്കി. കയ്യിൽ വലിയ വാളും കഴുത്തിൽ വിരൽമാലയുമായി നിൽക്കുന്ന അക്രമാസക്തനായ അംഗുലിമാലൻ. ബുദ്ധന്റെ മുഖത്തെ ശാന്തി കണ്ട് അയാൾ അമ്പരന്നു. സാധാരണയായി തന്നെ കാണുമ്പോൾ ആളുകൾ പേടിച്ച് നിലവിളിക്കുകയോ ഓടുകയോ ചെയ്യാറുള്ളതാണ്. ബുദ്ധൻ പറഞ്ഞു, അംഗുലിമാലൻ, ഞാനെന്നോ നിന്നുകഴിഞ്ഞു. നീയല്ലേ ഇനിയും നിൽക്കാത്തത്? അംഗുലിമാലൻ ആശയക്കുപ്പത്തിലായി. ഞാനിവിടെ നിൽക്കുകയല്ലേ, നീ നടക്കുകയല്ലേ, പിന്നെങ്ങനെ നീ നിന്നു എന്ന് പറയും? ബുദ്ധൻ മൃദുവായി മറുപടി നൽകി, ഞാൻ അക്രമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും നിന്നുകഴിഞ്ഞു. നീ ഇപ്പോഴും നിന്റെ പാപകർമ്മങ്ങളിലൂടെയും അശാന്തിയിലൂടെയും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അംഗുലിമാലൻ ചിരിച്ചുകൊണ്ടു പറഞ്ഞു, എനിക്ക് നിന്റെ തത്വശാസ്ത്രം കേൾക്കണ്ട, എനിക്കിന്നൊരാളെ കൂടി കൊല്ലണം. ബുദ്ധൻ ശാന്തനായി പറഞ്ഞു, ശരി, നീ എന്നെ കൊന്നോളൂ, പക്ഷേ അതിനു മുമ്പ് ആ മരത്തിന്റെ ഒരു കൊമ്പ് മുറിച്ചുകൊണ്ടുവരിക. അംഗുലിമാലൻ വാളുകൊണ്ട് ഒരു കൊമ്പ് വെട്ടിയെടുത്ത് ബുദ്ധന് നൽകി. ബുദ്ധൻ പറഞ്ഞു, ഇനി അത് തിരികെ ആ മരത്തിൽ തന്നെ ഒട്ടിച്ചുവെക്കൂ. അംഗുലിമാലൻ ദേഷ്യപ്പെട്ടു, നീ എന്ത് ഭ്രാന്താണ് പറയുന്നത്? മുറിച്ച കൊമ്പ് എങ്ങനെയാ ഒട്ടിക്കുന്നത്? അപ്പോൾ ബുദ്ധൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, മുറിക്കാനും നശിപ്പിക്കാനും ഏതൊരു മണ്ടനും സാധിക്കും. എന്നാൽ മുറിപ്പെട്ടതിനെ കൂട്ടിച്ചേർക്കാനും ജീവൻ നൽകാനും കഴിയുന്നവനാണ് യഥാർത്ഥ വീരൻ. ആ വാക്കുകൾ അംഗുലിമാലന്റെ ഹൃദയത്തിൽ തുളച്ചുകയറി. താൻ ഇത്രയും കാലം ചെയ്തത് വീരസമല്ല, മറിച്ച് വെറും ഭീരുത്വമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അവന്റെ ഉള്ളിലെ ക്രോധം അലിഞ്ഞുപോയി. വാൾ ദൂരേക്കെറിഞ്ഞ് അയാൾ ബുദ്ധന്റെ പാദങ്ങളിൽ വീണു. പിന്നീട് അംഗുലിമാലൻ ബുദ്ധന്റെ ശിഷ്യനായി മാറുകയും അഹിംസയുടെ പാത സ്വീകരിക്കുകയും ചെയ്തു. മനുഷ്യൻ എത്ര വലിയ തെറ്റ് ചെയ്തവനായാലും സ്നേഹം കൊണ്ടും അറിവുകൊണ്ടും അവനെ മാറ്റാൻ സാധിക്കും. ക്രോധത്തെ ക്രോധം കൊണ്ട് നേരിടുന്നതിനേക്കാൾ വലിയ ശക്തി ശാന്തിക്കും കരുണയ്ക്കുമാണുള്ളത്.